ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വഴിമധ്യേ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10:46 അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ആദാമും ഹൗവയും പാപം ചെയ്യുകയും ദൈവസന്നിധിയിൽ നിന്ന് പിന്തിരിഞ്ഞ് മരങ്ങളിൽ ഒളിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആദാമിനെ വിളിച്ചു, ആദാം, നീ എവിടെയാണ്? അവൻ പറഞ്ഞു, തോട്ടത്തിൽ നിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതിനാൽ ഞാൻ ഭയപ്പെട്ടു. ഞാൻ എന്നെ തന്നെ മറച്ചു എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 3:10 കാണാൻ സാധിക്കും. അതുപോലെ കർത്താവ് ബർത്തിമായിയെ വിളിച്ച്, ബർത്തിമായി, നീ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എരിഹോവിലാണ്, ഞാൻ വഴിയരികിലിരുന്ന് യാചിക്കുന്നു എന്ന് പറഞ്ഞിരിക്കാം. റോഡരികിലോ വഴിയരികിലോ ഇരിക്കുന്നത് അപകടകരമാണ്. ലളിതമായ ഉപമകളിലൂടെ യേശു അനേകം മഹത്തായ സന്ദേശങ്ങൾ പഠിപ്പിച്ചു. വിതക്കാരന്റെ ഉപമയിൽ വഴിയരികിൽ വീണ പക്ഷികൾ വിഴുങ്ങിയ വിത്തുകളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഇതാ ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വഴിയരികെ വീണു, പക്ഷികൾ വന്ന് അത് കൊത്തിയെടുത്തു എന്ന്. ഇത് മത്തായി 13:3-4 കാണാൻ സാധിക്കും. ആ വിശാലമായ പാതയുടെ നിരന്തരമായ ഉപയോഗം കാരണം നിലം കഠിനമാകുമായിരുന്നു. അതിനാൽ ആ നിലത്ത് വിത്തുകൾ മുളയ്ക്കാൻ പ്രയാസമായിരിക്കും. ആ നിലം ഉഴുതുമറിച്ച് കൃഷിയോഗ്യമാക്കുന്നത് എളുപ്പവുമല്ല. പലരുടെയും ഹൃദയങ്ങൾ ആ പാത പോലെ കഠിനമായതിനാൽ അവർ ദൈവവചനം സ്വീകരിക്കുന്നില്ല. യാക്കോബിന്റെ പുത്രനായ യഹൂദ വഴിയരികിൽ ഒരു വേശ്യയിരിക്കുന്നത് കണ്ടപ്പോൾ പാപത്തിൽ വീണുപോയതിനെക്കുറിച്ച് നാം തിരുവെഴുത്തുകളിൽ ഉൽപ്പത്തി പുസ്തകം 38:15-18 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. ജ്ഞാനിയായ ശലോമോൻ ഒരു വേശ്യയുടെ വസ്ത്രധാരണവും കൗശലമുള്ള ഹൃദയവുമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതുന്നത് സദൃശ്യവാക്യങ്ങൾ 7:10 കാണാൻ കഴിയും. വിശാലമായ വഴി നാശത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക. നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിശാലവും വഴിയും വിശാലവുമാണ്. അതിലൂടെ പ്രവേശിക്കുന്നവർ അനേകരുമുണ്ട്. കാരണം വാതിൽ ഇടുങ്ങിയതും വഴി ബുദ്ധിമുട്ടുള്ളതുമാണ്. ജീവനിലേക്ക് നയിക്കുന്നത് അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമാണെന്ന് ഇത് മത്തായി 7:13-14 കാണാൻ സാധിക്കും. തിരുവെഴുത്തുകളിൽ നാം 2 അത്തിമരങ്ങളെക്കുറിച്ച് വായിക്കുന്നു. വഴിയരികെയുള്ള ഒരു അത്തിമരവും തോട്ടത്തിനകത്തുള്ള മറ്റൊന്നും. വഴിയരികിലെ അത്തിമരത്തിന് സംരക്ഷണമില്ല, ഒരു യജമാനൻ അല്ലെങ്കിൽ ഒരു തോട്ടക്കാരൻ. എന്നാൽ പൂന്തോട്ടത്തിനുള്ളിൽ അത്തിമരത്തിന് അതിനെ പരിപാലിക്കാൻ ഒരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു. വഴിയോരത്തെ അത്തിമരം ശപിക്കപ്പെട്ടു. തോട്ടത്തിലെ അത്തിമരം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവമക്കളെ, വഴിയരികിലെ അത്തിമരം പോലെ ആകരുത്. നിങ്ങൾ കർത്താവിന്റെ സഭയിൽ പൂന്തോട്ടത്തിൽ തുടരുകയാണെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അത്തരമൊരു പ്രാർത്ഥന നിങ്ങളെ ദൈവകൃപയിൽ നിലനിർത്തും. നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 15:4 എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 66-67 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 7 അധ്യായം. ആമേൻ.